എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തി. പ്രാപിക്കും തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയത് ഭേദം വരികയില്ല. നീ ആഗ്രഹിച്ച തുറമുഖമണയും കൊടുങ്കാറ്റിനെ അവൻ ശാന്തമാക്കും. നീ ആഗ്രഹിച്ച തുറമുഖമണയും കൊടുങ്കാറ്റിനെ അവൻ ശാന്തമാക്കും. കടലോളങ്ങൾ കവനാതിരുവയ്ക്കും, അഴകിൽ നിന്നോടൊപ്പം വസിക്കും. കടലോളങ്ങൾ കവനാതിരുവയ്ക്കും, അഴകിൽ നിന്നോടൊപ്പം വസിക്കും. നിന്നെ വീഴ്ത്തുവാൻ ശത്രുകേണിയൊഴുക്കും, വീഴ്ച കാണുവാൻ അവൻ പരിഹരിക്കും. നിന്നെ വീഴ്ത്തുവാൻ ശത്രുകേണിയൊഴുക്കും, വീഴ്ച കാണുവാൻ അവൻ പരിഹരിക്കും. ബലവാനവൻ നമ്മെ പിടിച്ചതിനാൽ ബലമേറും ഗോപുരമതിലണയും. ബലവാനവൻ നമ്മെ പിടിച്ചതിനാൽ ബലമേറും ഗോപുരമതിലണയും. നിന്റെ ശത്രുവിൻ തല തകർത്തതിനാൽ ശക്തിയാൽ ജയം ലഭിച്ചതിനാൽ. നിന്റെ ശത്രുവിൻ തല തകർത്തതിനാൽ ശക്തിയാൽ നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല. നിന്റെ യാത്രയതിൽ ഭേദം വരികയില്ല. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല. നിന്റെ യാത്രയതിൽ ഭേദം വരികയില്ല. നീ ആഗ്രഹിച്ച തുറമുഖമണയും കൊടുങ്കാറ്റിനെ അവൻ ശാന്തമാക്കും. നീ ആഗ്രഹിച്ച തുറമുഖമണയും കൊടുങ്കാറ്റിനെ അവൻ ശാന്തമാക്കും. കടലോളങ്ങൾ കവനാതിരുവയ്ക്കും, പടകിൽ നിന്നോടൊപ്പം അധിവസിക്കും. കടലോളങ്ങൾ കവനാതിരുവയ്ക്കും, പടകിൽ നിന്നോടൊപ്പം അധിവസിക്കും. ഒരു ശാപവും നിന്നെ ഒരു രോഗവും നിന്നെ തളർത്തുകില്ല. ഒരു ശാപവും നിന്നെ തൊടുകയില്ല. ഒരു രോഗവും നിന്നെ തളർത്തുകില്ല. ഗിലെയാദിൻ വൈദ്യനവൻ നിനക്കാൻ അഭിഷേകത്തിൽ തൈലക്കൂട്ടൊരുക്കും. ഗിലെയാദിൻ വൈദ്യനവൻ നിനക്കാൻ അഭിഷേകത്തിൽ തൈലക്കൂട്ടൊരുക്കും. സത്യദായകൻ നിന്റെ കരം പിടിക്കും, പുതുശക്തിയാൽ അനുദിനം നിറയ്ക്കും. സത്യദായകൻ നിന്റെ കരം പിടിച്ചു, പുതുശക്തിയാൽ അനുദിനം നിറയ്ക്കും. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല. നിന്റെ യാത്രയതിൽ ഭേദം വരികയില്ല. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല. നിന്റെ യാത്രയതിൽ ഭേദം വരികയില്ല. നീ ആഗ്രഹിച്ച തുറമുഖമണയും കൊടുങ്കാറ്റിനെ അവൻ ശാന്തമാക്കും. നീ ആഗ്രഹിച്ച തുറമുഖമണയും കൊടുങ്കാറ്റിനെ അവൻ ശാന്തമാക്കും. കടലോളങ്ങൾ കവനാതിരുവയ്ക്കും, പടകിൽ നിന്നോടൊപ്പം അധിവസിക്കും. 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, സ്തുതിപ്പാൻ, ആരാധിപ്പാനാണ് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നാം കടന്നു വന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവരാരും നിരാശരായി മടങ്ങിപ്പോകുകയില്ല. ദൈവത്തിലുള്ള പ്രത്യാശയോടെ മടങ്ങിപ്പോകുവാൻ ഇടയായിത്തീരും.
ദൈവത്തിൻ്റെ കൃപാ സാന്നിധ്യമൊക്കെ നമ്മോട് കൂടെ ഇരിക്കും. മഹത്വവാനായ ദൈവത്തിൻ്റെ ആലോചനയാൽ അവിടുന്ന് നടത്തുന്ന ദൈവമാണ്. അവങ്കിലേക്ക് നോക്കി നാം ആയിരിക്കുമ്പോൾ നാം ലജ്ജിച്ചു പോകുവാൻ ഒരിക്കലും ദൈവം അനുവദിക്കുകയില്ല എന്ന സാക്ഷ്യവാചകമായി ദൈവത്തിന് മുമ്പിൽ നിന്ന് കർത്താവിൻ്റെ മക്കളുണ്ട് ദൈവസന്നിധിയിൽ. അതിനായ ദൈവത്തിന് മഹത്വം. നാം ഹല്ലേലൂയ സ്തോത്രം. ഈ ലോകത്തിൻ്റെ മഹത്വമല്ല, ഈ ലോകത്തിൻ്റെ ഹല്ലേലൂയ സ്തോത്രം വിടുതലല്ല, അതേ ദൈവത്തിലുള്ള ആശ്രയമാണ് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം നടക്കേണ്ടത്. ദൈവകൃപയിൽ ആശ്രയിക്കണം. ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം തരുന്നതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. ദൈവത്തിൻ്റെ കരമാണ് നമ്മുടെ പിമ്പിൽ പ്രവർത്തിക്കുന്നത്. കർത്താവിന് കഴിയാത്തത് യാതൊന്നുമില്ല. അവിടുന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ഇന്നും അവിടുത്തെ നാമത്തിൽ നടത്തുന്ന ദൈവമാണ്. കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ അതേ തൻ്റെ അടുക്കൽ വന്നവരെ ആരെയും നിരാശരായി കർത്താവ് ഹല്ലേലൂയ അയച്ചിട്ടില്ല. തന്നെ വിശ്വസിച്ചവരെയും തന്നെ അവിശ്വസിച്ചവരെയൊക്കെ അവരുടെ ഹല്ലേലൂയ ഭൗമികമായ വിടുതലിൻ്റെ അനുഭവം അനുഭവിച്ചാണ് കർത്താവിൽ നിന്ന് മടങ്ങിപ്പോയത്. എന്നാൽ അവർ പൂർണ്ണമായി ഈ കർത്താവിൽ വിശ്വസിച്ചില്ലായിരിക്കാം. എങ്കിലും ദൈവബലി അതിലുപരിയായി നമുക്കൊരു ആത്മീയ വെളിച്ചമുണ്ട്. ഹല്ലേലൂയ ഒരു വെളിപ്പാടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം, ക്രിസ്തീയ ജീവിതം, നാം ഒരു ഓട്ടക്കളത്തിലായിരിക്കുമ്പോൾ ഈ ഓട്ടക്കളത്തിൽ നാം ബിരുദ പ്രാപിക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം അതിനായി ഓടണം. ആ ഓട്ടത്തിൻ്റെ ലക്ഷ്യം നമ്മിലാക്കി തീർക്കുന്നത് അവിടുത്തെ നിത്യതയോളം ചെന്ന് ചേരുക. ആ നിത്യത നാം കൈവിടരുത്. നിത്യത നമ്മോട് കൂടെ. ഇന്ന് ഹല്ലേലൂയ കർത്താവിൻ്റെ ദാസനിലൂടെ കേട്ട സങ്കീർത്തനത്തിനായ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിലും ഓർപ്പിച്ച അതേ ഭാഗം തന്നെയാണ് ഇന്ന് ദൈവദാസനിലൂടെ കേൾക്കുവാനായിട്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഹല്ലേലൂയ സ്തോത്രം ദൈവസനെ ഏൽപ്പിക്കുക എൻ്റെ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിച്ച ചില വചനത്തിലൂടെ കടന്നു പോകുവാൻ എൻ്റെ ദൈവം പ്രകാശിപ്പിച്ച ഒരു വചനമാണ്. അതും നന്മയുടെ വചനം തന്നെയായിട്ട് കാണുവാൻ കഴിയും. ഹല്ലേലൂയ റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ അവിടുന്ന് എന്താണ് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. ആത്മീയ നന്മകളാണ് നാം ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഹല്ലേലൂയ സ്തോത്രം ദൈവം ആഗ്രഹിക്കുന്ന നമ്മിലുള്ള നന്മകൾ എന്താണ്? ഈ ലോകത്തിലെ നന്മകളല്ല. അനേകർ ഇന്ന് കേട്ടതുപോലെ ഹല്ലേലൂയ സ്തോത്രം ഈ ധനത്തിൻ്റെ മോഹത്തിലൂടെ അനേകങ്ങൾ അതാണ് ദൈവം തരുന്ന നന്മകൾ. എൻ്റെ ദൈവം എനിക്കിത് തന്നതുകൊണ്ട് എനിക്കിതൊക്കെയും പിടിക്കുവാൻ കഴിഞ്ഞു എന്ന് പറയുന്നതല്ല. അതിലുപരിയായി എൻ്റെ ദൈവമേ നിന്നോട് ചേർന്ന് വരുവാൻ, കർത്താവേ നിന്നോട് കൂടെ വസിക്കുവാൻ, നിന്റെ ആലയത്തിലെ നന്മകൾ അനുഭവിക്കുവാൻ. എന്നാണ് ആലയത്തിലെ നന്മകൾ ദൈവിക വാഗ്ദത്തങ്ങളാണ്, ആത്മീയ അനുഗ്രഹമാണ്. ആത്മീയ അനുഗ്രഹത്തിനായി നാം മുൻതൂക്കം കൊടുക്കുന്നവരായി തീരണം. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരണം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അതേ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലം നന്മയ്ക്കായി അവിടുന്ന് കൂടി വ്യാപരിക്കുന്നെന്ന് നാം അറിയണം. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിൽ നാം എത്രത്തോളം നമ്മെ താഴ്ത്തി സമർപ്പിച്ച് ഏൽപ്പിക്കുന്നുവെന്നെങ്കിൽ കർത്താവ് നമ്മുടെ താഴ്മയിൽ ദൈവം നമ്മോട് കടാക്ഷിക്കുന്ന, നമ്മോട് കരുണ തോന്നുന്ന ദൈവമാണ്. ആ മഹത്വാന ദൈവത്തിൻ്റെ കരങ്ങൾ ദൈവത്തെ അനുസരിക്കാതെ കടന്നുപോയ വ്യക്തി ജീവിതം ഹല്ലേലൂയ ദൈവത്തിൻ്റെ തിരുസനയിൽ തന്നെ ഒന്ന് താഴ്ത്തി ഹല്ലേലൂയ താഴ്മ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച ദൈവജനം ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ ദൈവിക വെളിച്ചം കാണുവാൻ ഇടയായി തീർന്നു. ദാവീദ് എഴുതിയതായ ഒരു സങ്കീർത്തനമാണ്, ഒരു സന്ധ്യാ പ്രാർത്ഥനയാണ് നാം വായിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തി ധ്യാനിച്ചതായ സങ്കീർത്തനം. ഹല്ലേലൂയ ദാവീദിന്റെ ജീവിതത്തിൽ തൻ്റെ മകൻ തനിക്കെതിരായി ഹല്ലേലൂയ എഴുന്നേറ്റപ്പോൾ അവിടെ ഒരു രക്തച്ചൊരിച്ചിലും നടത്തുവാൻ ദാവീദ് ഇഷ്ടപ്പെട്ടില്ല.
ഇഷ്ടപ്പെട്ടില്ല. അല്ലെങ്കിൽ എന്താണ് ദൈവസേനയിൽ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ, അല്ലെങ്കിൽ ദൈവസേനയിൽ തന്നെ ഒന്ന് താഴ്ത്തുവാൻ നല്ല ഇടയായിത്തീർന്നു. തൻ്റെ മകൻ്റെ മുമ്പിൽ ദൈവസേനയെ താൽപ്പിച്ച് തനിക്ക് വേണമെങ്കിൽ എതിർത്ത് നിന്ന് തൻ്റെ മകനാണെന്ന് പറഞ്ഞാലും തൻ്റെ ശത്രുവായി നിലനിൽക്കുന്നുവെങ്കിൽ തൻ്റെ ശത്രുക്കളോട് പൊരുതി ജയിക്കുവാൻ ദൈവം ധാരാളം കൃപ ദാവീദിൻ്റെ ജീവിതത്തിൽ കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. തന്നെ രാജാവായി അഭിഷേകം ചെയ്തെങ്കിലും താൻ കക്ഷതയുടെ നടുവിലായിരുന്നാലും ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, കർത്താവിൻ്റെ മഹത്വമുള്ള യുദ്ധങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ദൈവികാലോചന പ്രകാരം ഹല്ലേലൂയ ഇസ്രായേൽ രാജ്യത്തിന് വേണ്ടി യുദ്ധത്തിന് പുറപ്പെടുത്ത ഹല്ലേലൂയ പറഞ്ഞ ഹല്ലേലൂയ ശൗല് 1000 കൊന്നു, ദാവീദോ 10,000 ഹല്ലേലൂയ സ്തോത്രം കൊന്നുവന്ന ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം അതേക്കുറിച്ച് ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും അതിൻ്റെ നടുവിലും ദാവീദിന് നിരാശപ്പെടുവാൻ ഒന്നുമില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നത്, ദൈവത്തിൻ്റെ ഗീതപ്രകാരമായി തീരുന്നത് ഹല്ലേലൂയ തൻ്റെ ജീവിതത്തിൽ അതൊരു നന്മയായി താൻ കാണുവാനിടയായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിൻ്റെ കൃപയാൽ ഹല്ലേലൂയ ദാവീദ് പറയുന്നുണ്ട് ഹല്ലേലൂയ സ്തോത്രം, ദൈവം കൊടുത്ത നന്മകൾ ഓർക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തെ സ്തുതിക്കാതിരിപ്പാൻ കഴിയുകയില്ല. ദൈവം കൊടുത്ത നന്മകള്, ദൈവം കൊടുത്ത ദാനങ്ങള്, അതാണ് താൻ ദൈവത്തിന് മടക്കി കൊടുക്കുവാൻ ഇടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം സ്തോത്രം. ദിനവൃത്താന്തത്തിന്റെ പുസ്തകത്തിലെ പ്രൈസ് ദി ലോർഡ് എന്ന് വായിക്കാം നമുക്ക്. ഹല്ലേലൂയ സ്തോത്രം. 29-ാം അധ്യായം. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 10 മുതലൊന്ന് വായിച്ചാട്ട്. പ്രൈസ് പ്രൈസ് ദി ലോർഡ്. എൻ്റെ 14-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. ഈ ലോകത്തിൽ നാം അനുഭവിക്കുന്ന നന്മകൾ എന്താ? ദൈവത്തിൻ്റെ ദാനമാണ്. ദാവീദ് പറഞ്ഞു, ദൈവമേ ഹല്ലേലൂയ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നതേ ഉള്ളൂ. ദൈവം ആലോചന ചോദിച്ച ദൈവത്തിൻ്റെ അതേ കൽപ്പന പ്രകാരം ദൈവത്തിന് സ്തോത്രം യഹോവയായ ദൈവം തൻ വസിക്കുവാൻ ഒരാലയം പണിയണമെന്ന് ദൈവത്തിന് ഹൃദയത്തിൽ തോന്നിയപ്പോൾ ദാവീദിനെ ഓർപ്പിക്കുവാൻ ഇടയായി തീർന്നു. ദാവീദ് പണിയുവാനൊക്കെ ആഗ്രഹിച്ചെങ്കിലും ദാവീദിനെ പണിയിക്കാതെ ദൈവം കൊടുത്ത വാഗ്ദത്തം ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം നിവർത്തിക്കുന്ന ദൈവമാണ്. ആലയത്തിലേക്ക് കടന്നു വന്ന് ദൈവസേനയിലേക്ക് ദൈവജനം ഏകാഗ്രതയോട് ദൈവത്തോടുള്ള ഏകാഗ്രത കൈവിടാതെ ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ ദൈവം ഒരു ആലയം പണിയണമെന്ന് ആഗ്രഹിച്ചെങ്കിൽ ഹല്ലേലൂയ അതിന് വേണ്ടതായ വട്ടം കൂട്ടുകളൊക്കെ ദാവീദ് ഒരുക്കുവാനിടയായി തീർന്നു. തനിക്ക് ലഭിച്ചതിൽ നിന്ന് നന്മകൾ നോക്കി ദാവീദ് ദൈവത്തിന് ഹല്ലേലൂയ അതിന്റെ വട്ടം കൂട്ടതെല്ലാം ഒരുക്കി ഇസ്രായേൽ ജനത്തിൽ നിന്ന് ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ ആഹ്വാനം ചെയ്തുവെങ്കിലോ ദാവീദ് പറഞ്ഞത് ഹല്ലേലൂയ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നതേ ഉള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് നാം എത്ര സ്തുതിച്ചാലും മഹത്വപ്പെടുത്തിയാലും അത് ഹല്ലേലൂയ മതി വരികയില്ല. അതേ ദാവീദ് പറഞ്ഞത് ഹല്ലേലൂയ സ്തോത്രം ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ നീ എന്നും എന്നേക്കും അവിടുന്ന് എന്താ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. ഹല്ലേലൂയ അവിടുന്ന് യഹോവേ മഹത്വം ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിനക്കുള്ളത്, സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം നിനക്കുള്ളതല്ലോ. യഹോവേ രാജ്യത്വം നിനക്കുള്ളതാകുന്നു. സകലത്തിനും മിതേ തലവനായിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. നീ സകലത്തിനും മിതേ തലവനായിരിക്കുന്നതിന് പറഞ്ഞതിന് ശേഷം
ധനവും ബഹുമാനവും ഹല്ലേലൂയ നിന്നിൽ നിന്ന് വരുന്നു. നീ സർവവും ഭരിക്കുന്ന ദൈവമാണ്. പ്രിയ ദൈവമക്കളെ, നമ്മെ ഭരിക്കുന്നത് ദൈവമായിരിക്കട്ടെ. കർത്താവിൻ്റെ കീഴിൽ അതേ താണിരിക്കുന്നവരായി തീരണം. എൻ്റെ നായകനും വിശ്വസ്തനായ ദൈവമാണെന്ന് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കണം. ഈ ലോകത്തിൽ ഞാൻ അനുഭവിക്കുന്ന നന്മകളൊക്കെ ദൈവം ദാനമായി തന്നതാണ്. ഈ ലോകത്തിന്റെ നന്മയ്ക്ക് പുറകെ ഓടുവാൻ നമ്മെ തന്നെ ഹല്ലേലൂയ സമർപ്പിക്കരുത്. ജീവനുള്ള ദൈവത്തിന്റെ വചനത്തിൽ അടിസ്ഥാനമായി നിലനിൽപ്പാൻ, ദൈവത്തിന്റെ വചനത്തിൽ ഉറയ്ക്കുന്നവരായി തീരുവാൻ, ദൈവാത്മാവിൽ ബലപ്പെടുന്നവരായി തീരുവാൻ, ദൈവികാത്മീയ ഫലങ്ങളെ കായ്ക്കുന്നവരായി തീരുവാൻ, ഹല്ലേലൂയ അത് പുറപ്പെടുവാൻ തക്കവണ്ണം ആയിരിക്കുന്നവരായി തീരണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത്, ദൈവം ആഗ്രഹിക്കുന്നത് ഓരോ തൻ്റെ നിയമങ്ങളും പ്രമാണങ്ങളും കൽപ്പനകളും അനുസരിച്ച് മുന്നോട്ട് പോകുകയാൽ ദൈവം മാനിക്കുന്ന ദൈവമെന്ന് തൻ്റെ വചനത്തിലൂടെ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. അവിടുത്തെ തിരുവചനം നാം ദിനം തോറും ധ്യാനിക്കുകയും ദൈവസന്നിധിയിൽ ഏൽപ്പിക്കും. നാം ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം നമുക്ക് അത് നന്മയായി തീരുവാനിടയായി തീരണം, ദൈവിക അനുഗ്രഹമായി തീരണം. ഹല്ലേലൂയ സ്തോത്രം എന്താണ്? ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കണം. പ്രൈസ് 119 സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. പ്രൈസ് ലോർഡ്, ദൈവത്തിൻ്റെ വചനം ഹല്ലേലൂയ സ്തോത്രം അതിൻ്റെ 8-ാം വാക്യമാണ്. പ്രൈസ് ലോർഡ് സ്തോത്രം. അതിൻ്റെ 11-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിൻ്റെ വചനം ഹല്ലേലൂയ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നതിന് നാം ഈ ലോകത്തിൽ പാപം ചെയ്യാതിരിക്കണം. പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു അവിടുത്തെ തിരുരക്തത്താൽ നമ്മെ കഴുകി ശുദ്ധീകരിക്കുവാൻ നമുക്ക് വേണ്ടി വില കൊടുത്ത കർത്താവിങ്കിൽ ആശ്രയിക്കണം. അവിടുന്നാണ് ഹല്ലേലൂയ വചനം ജഡമായി ലോകത്തിൽ വന്നത്. യോഹന്നാൻ പറയുന്നുണ്ട് ഹല്ലേലൂയ സ്തോത്രം. വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം ഹല്ലേലൂയ 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ പറയുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിന്റെ മഹത്വം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം എന്തായിരുന്നു? ദൈവം തന്നെയായിരുന്നുവെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത്. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. അവിടുന്ന് ദൈവമായിരുന്നു. സകലതോ അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നെങ്കിലും ഇരുള അവനെ പിടിച്ചടക്കുവാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. മഹത്വമുള്ള ദൈവത്തിന്റെ കൃപ, ജീവനുള്ള ദൈവം ജീവിപ്പിക്കുന്ന വചനം, ആത്മീയ ജീവൻ പകരുന്ന വചനം, വചനത്തിൽ ഉറയ്ക്കുന്നവരായി തീരുവാൻ ദൈവങ്ങളിൽ ഏൽപ്പിക്കാൻ നന്മയും കരുണയും എൻ്റെ ആഴ്ചക്കാലമൊക്കെ എന്നെ പിന്തുടരണം. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കുന്നുവെന്ന് ദാവീദ് തൻ്റെ സങ്കീർത്തനത്തോടെ ദൈവങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ നമുക്ക് പറയുവാൻ കഴിയും. ദൈവത്തിൻ്റെ വലിയ കൃപകൾ, ദൈവിക അനുഗ്രഹങ്ങൾ, ദൈവിക നന്മകളെ പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് നാം കടന്നു വന്നു. അവിടുത്തെ ആലയം ഈ ഒരു കെട്ടിടമല്ല, അവിടുത്തെ തിരു സാന്നിധ്യത്തിൻ്റെ നിറവിലേക്ക്, അവിടുത്തെ തിരു സന്നിധിയിലേക്ക് നാം കടന്നു വരും. നാം എവിടെയായിരുന്നാലും ഹല്ലേലൂയ സ്തോത്രം ഹൃദയം നാം ദൈവത്തിലേക്ക് പകർന്നുകൊണ്ട് അവൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നുവെങ്കിൽ ദൈവം നമ്മെ ആ പാപത്തിൽ നിന്ന് മോചിക്കുവാൻ അവിടുന്ന് ശക്തനായി കൂടെ. അവിടുത്തെ വചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. ജീവനുള്ള ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ യേശു കർത്താവിനെ ഹൃദയത്തിൽ നാം ഏറ്റെടുക്കുന്നവരായി തീരണം. നമുക്ക് വേണ്ടി ഒരു മാതൃകയായി ലോകത്തിൽ വന്ന് കടന്നുപോയ കർത്താവ് നമുക്കെല്ലാമായിരിക്കണം. ആ കർത്താവിൻ്റെ കൃപ അവിടുന്ന് കൂടെ ഇരിക്കും. ഹല്ലേലൂയ സ്തോത്രം. വായിച്ച വചനത്തിന് മുമ്പിൽ ഹല്ലേലൂയ നമ്മെ തന്നെ ഒന്ന് ഹല്ലേലൂയ കണ്ടുണർന്നവരായി തീരുവാൻ ഇടയായി തീരട്ടെ. ദൈവാത്മാവ് നമ്മെ അതിനായൊക്കെ സഹായിക്കട്ടെ. കേട്ട വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ ഏൽപ്പിക്കുന്നവരായി തീരുവാൻ, വിശ്വാസത്തിൻ്റെ വചനത്തിൽ ഉറയ്ക്കുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. മഹത്വം ദൈവത്തിന് കൊടുക്കണം. എല്ലാറ്റിനും മഹത്വം ദൈവത്തിന് കൊടുക്കണം. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിൻ്റെ കൃപയാൽ
നാം ആയിരിക്കണം. ശലോമോൻ ആലയം പണിയുമ്പോഴും ഹല്ലേലൂയ ദൈവസേനയിൽ ആലയത്തിന് ഹല്ലേലൂയ സ്തോത്രം പണിത് കഴിഞ്ഞിട്ട് ദൈവസേനയിൽ ഏൽപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം കൊടുത്തൊരു വാഗ്ദത്ത വചനമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. യഹോവയുടെ നാമം വിളിക്കപ്പെട്ട 2 ദിനവൃത്താന്തം 7-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ അത് കാണുവാൻ കഴിയും. എന്റെ നാമം വിളിക്കപ്പെടുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ തിരുമുഖം അന്വേഷിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ നിങ്ങളുടെ പ്രാർത്ഥനകളെ കേട്ട് ഹല്ലേലൂയ പാപങ്ങളെ ക്ഷമിച്ചുകൊണ്ട് നിങ്ങളുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുത്തു. എന്താണ് മഹത്വമുള്ള ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ പൗലോസ് തൻ്റെ ജീവിതത്തിൽ ദൈവസേനയിൽ തനിക്കെല്ലാം ഉണ്ട്. ധനികനായിരുന്നു, കപ്പൽ ഉടമയുടെ മകനായിരുന്നു. എന്നാൽ തനിക്കെല്ലാം ഛേദമെന്നെണ്ണിക്കൊണ്ട് ദൈവസേനയിൽ തന്നെ ഏൽപ്പിച്ച തനിക്ക് പക്കൽ ഒന്നുമില്ലാത്തവനായി ഈ ലോകത്തിൽ നിന്ന് മാറിപ്പോയപ്പോൾ ഈ ലോകത്തിലേതൊന്നും ധനം കൊണ്ടും ഒന്നുമല്ല തനിക്കൊന്നും നേടുവാൻ കഴിയുകയില്ല. അതേ ക്രിസ്തുവിനെ എങ്ങനെയും താൻ ഏറ്റെടുക്കുവാൻ ആഗ്രഹിച്ചു. യേശു ക്രിസ്തുവിൻ്റെ ആ വചനം ജീവനും ചൈതന്യമുള്ള വചനമായി ഏറ്റെടുക്കുവാനിടയായിത്തീർന്നു. ദൈവസേനയിൽ തനിക്കൊരു ഹല്ലേലൂയ സ്തോത്രം പിശാചിനാൽ ഒരു കുത്തേൽക്കുവാൻ ഇടയായിത്തീർന്നു. തൻ്റെ വിഷമസന്ധ്യയിൽ, തൻ്റെ വേദനയുടെ നടുവേ, തനിക്ക് വന്നതായ രോഗത്തിൻ്റെ നടുവേ ഹല്ലേലൂയ എന്തെന്ന് അറിയത്തില്ല തനിക്ക് ശരീരമായി ഒരു ഹല്ലേലൂയ സ്തോത്രം ഒരു ക്ലേശം വന്നു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ദൈവസേനയിലേക്ക് കടന്നുപോയി. ദൈവസേനയിലേക്ക് ഏൽപ്പിച്ച് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. അതേ കർത്താവ് പറഞ്ഞ മറുപടി എന്താണ്? കർത്താവ് പറഞ്ഞത്, നിനക്ക് എൻ്റെ കൃപ മതി. ദൈവത്തിൻ്റെ കൃപ, ആ ദൈവകൃപ ഓരോ ദൈവ പൈതലിൻ്റെ കൂടെയുണ്ടെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഈ ലോകത്തിലെ കഷ്ടങ്ങൾ നിനക്ക് സാരമല്ല, ഈ ലോകത്തിലെ പ്രശ്നങ്ങൾ നിനക്ക് സാരമില്ല. ദൈവത്തിൻ്റെ കൃപയാണ് നമുക്ക് ആവശ്യം. അതാണ് ജീവിതത്തിൽ ദൈവം തരുന്ന നന്മ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ നന്മ പ്രാപിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവകൃപ പ്രാപിച്ച് ആത്മനിറവ് പ്രാപിച്ച് ആത്മബലത്തോടെ ദൈവനാമത്തെ ഉയർത്തുന്നവരായി തീരുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. മഹത്വത്തിൻ്റെ പ്രത്യാശയായെന്ന ക്രിസ്തുയേശുവിൽ നാം ജീവിക്കണം. അതിനായി നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. മഹത്വം ദൈവം പ്രവർത്തിക്കുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. മഹത്വം ദൈവത്തിന് ദൈവിക നന്മകൾ ഹല്ലേലൂയ ഭാരതദാസൻ ഓർപ്പിച്ചതുപോലെ നാം കാണുന്നതായി ആഗ്രഹിച്ചു നിൽക്കരുത്. കാണാത്തതായ ആ നിശ്ചയത്തിലായിരിക്കണം. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. 2 കൊരിന്ത്യർ അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ ഹല്ലേലൂയ സ്തോത്രം അവസാന ഭാഗങ്ങളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ ഒരു വാക്യം വായിച്ചാട്ട് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ അതിൻ്റെ 18-ാമത്തെ വാക്യം 2 കൊരിന്ത്യർ 4-ാം അധ്യായം. ആമീൻ. ഹല്ലേലൂയ. കാണാത്തതിനെ അല്ല, ഹല്ലേലൂയ കാണുന്നതിനെ അല്ല, കാണാത്തതിനായി നോക്കി കാണുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ട് ഞങ്ങൾ ധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു, എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിച്ച് ഹല്ലേലൂയ ഞൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ഈ ലഘുവായ കക്ഷമത്യന്തം അനവധിയായി കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനല്ല, അതേ കാണാത്തതിനായി ഹല്ലേലൂയ കാണാത്തതിനെയാകുന്നു ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതേ കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ഹല്ലേലൂയ. ഇതെല്ലാം ഒഴിഞ്ഞു പോകാം. ഈ ലോകത്തിൽ നാം സ്ഥിരമായ വാസമുള്ളവരല്ല. ഈ ലോകത്തിൽ നാം ഹല്ലേലൂയ സ്ഥിരതയില്ല. നമുക്ക് ഈ ലോകം സ്ഥിരമായി ഒന്നുമില്ല. ഈ ലോകത്തിൽ നാം അന്യരും പരദേശികളുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ഈ ലോകത്തിൽ നമുക്ക് സ്വന്തമായി ഭവനമുണ്ട്, കെട്ടിടമുണ്ട്, വസ്തുവകകളുണ്ട്. ഈ ലോകത്തിൻ്റെ രാജാവിന് അതിൻ്റെ നികുതിയൊക്കെ കൊടുക്കാതെ നമുക്ക് ഈ ലോകത്തിൽ നമുക്ക് സ്വന്തമായി അത് അനുഭവിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്ന പോലെ ഇവിടെ നാം അന്യരും പരദേശികളാണ്. ഇവിടെ നാം നികുതി കൊടുത്ത് നമുക്കുള്ളതിന് വേണ്ടി നികുതി കൊടുത്ത് ജീവിക്കുവാൻ പറ്റുകയുള്ളൂ. എന്നാൽ നമുക്ക് സ്ഥിരമായൊരു ഹല്ലേലൂയ ഭവനം കർത്താവ് പറഞ്ഞു, അതേ ഞാൻ ഒരുക്കുന്നുണ്ട്. ആ ഭവനത്തിലേക്ക് ചെന്ന് നിനക്കൊരുക്കിയിരിക്കുന്ന ഭവനത്തിൽ ചെന്ന് ചേരുവാൻ
ദൈവകൃപയാൽ ആ കൃപ പ്രാപിക്കുവാൻ, ആ നന്മകൾ എനിക്ക് ലഭിക്കുവാൻ ജീവനുള്ള ദൈവത്തിലേക്ക് ഏൽപ്പിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവിക നന്മകളെ പ്രാപിക്കുവാൻ ഇടയായി തീരട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ കൃപ അതേ നമ്മോട് കൂടെ ഇരിക്കും. ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിലുമായിരുന്ന കർത്താവിലേക്ക് നാം ഏൽപ്പിക്കുന്നവരായി തീരണം. കർത്താവ് നന്മയാൽ കൃപയാൽ ഒക്കെ ഒരുക്കാം. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി ഹല്ലേലൂയ കൂടി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. യോസേഫിൻ്റെ ഹല്ലേലൂയ സഹോദരന്മാരൊരിക്കൽ യോസേഫിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നു. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ ഹല്ലേലൂയ സ്തോത്രം 19-20 വാക്യങ്ങളെ ഒന്ന് വായിച്ചാൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ മഹത്വമുള്ള വചനം ഓർപ്പിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കറിയാം യോസേഫിൻ്റെ സഹോദരന്മാർ ഹല്ലേലൂയ സ്തോത്രം യോസേഫിൻ്റെ അടുത്ത് വന്ന് ഹല്ലേലൂയ തൻ്റെ കാൽക്കൽ വീണ്. അതിൻ്റെ 18-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്, അവൻ്റെ സഹോദരന്മാർ ചെന്ന് അവൻ്റെ മുമ്പാകെ വീണു. ഇതാ ഞങ്ങൾ നിനക്ക് അടിമകൾ എന്ന് പറഞ്ഞു. യോസേഫ് അവരോട് പറഞ്ഞത്, ഹല്ലേലൂയ നിങ്ങൾ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്തല്ല. നിങ്ങൾ എൻ്റെ നേരെ ദോഷമായത് വിചാരിച്ചു എങ്കിലും അത് ദൈവം എന്താക്കി, അതേ ജീവരക്ഷയ്ക്കായി അത് ഗുണമാക്കി തീർത്തു. അതേ തനിക്ക് നേരെ നിങ്ങൾ എനിക്ക് തിന്മ പ്രവർത്തിച്ചുവെങ്കിൽ അത് നന്മയായ ഒരു അനുഭവത്തിലേക്ക് അത് തീരുവാനിടയായിത്തീർന്നു. അതേ ജീവരക്ഷയ്ക്ക് വേണ്ടി ആ സമയത്ത് അവിടെ ക്ഷാമമുണ്ടായി, ലോകമെമ്പാടും ക്ഷാമമുണ്ടായി. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, എന്നാൽ ക്ഷാമകാലത്തും ക്ഷമമായി പോറ്റുവാൻ ദൈവം കണ്ട് തെരഞ്ഞെടുത്തവനാണ് യോസേഫ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിഴലായിരുന്ന ക്ഷാമകാലത്തും ക്ഷമമായി അതേ പോറ്റി പുലർത്തുവാൻ ദൈവ മനുഷ്യനായി സഹോദരന്മാർക്ക് വേണ്ടി ദൈവം വിളിച്ചു വേർതിരിച്ചവനാണ് യോസേഫ്. ഹല്ലേലൂയ. യോസേഫ് തൻ്റെ ജീവിതത്തിൽ ഒരു സ്വപ്നം കാണുവാൻ ഇടയായി തീർന്നപ്പോൾ ആ സ്വപ്നത്തിന് വിരോധമായി ഈ സഹോദരൻ ഹല്ലേലൂയ പ്രവർത്തിക്കുവാൻ ഇടയായി തീർന്നു. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം മുതലാണ് യോസേഫിൻ്റെ ഹല്ലേലൂയ സ്തോത്രം ജീവിതത്തിൻ്റെ ഭാഗങ്ങളെ കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. 37-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ യോസേഫ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് ഇസ്രായേലിൽ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ചു. ഒരു നിലയങ്കി അവന് ഉണ്ടാക്കി കൊടുത്തു. അപ്പൻ തങ്ങളെ എല്ലാവരെക്കാളും അധികം സ്നേഹിക്കുന്നുവെന്ന് അവൻ്റെ സഹോദരന്മാർ കണ്ടിട്ട് അവനെ പകയ്ക്കുവാനിടയായിരുന്നു. ഹല്ലേലൂയ. സഹോദരന്മാർ തൻ്റെ സഹോദരന്മാരായ ഒരുവനായ ഇളയ സഹോദരനായ യോസേഫിനെ തൻ്റെ പിതാവായ യാക്കോബ് സ്നേഹിക്കുന്നത് കണ്ടപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. അവർക്ക് ഹൃദയത്തിൽ അസൂയ ഉണ്ടാകുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. അവനെ പകയ്ക്കുവാനിടയായിത്തീർന്നു. പിന്നീട് യോസേഫ് ഒരു സ്വപ്നം കണ്ടപ്പോൾ അത് ഹല്ലേലൂയ അവരോട് വിളിച്ച് പറയാനിടയായി. ആക്ച്വലി യോസേഫ് ഇവരോട് സ്വപ്നം അതേ പറഞ്ഞപ്പോൾ പിന്നെയും അവർക്ക് അധികം പക ഈ യോസേഫിനോട് ഉണ്ടാകുവാനിടയായിത്തീർന്നു. പ്രൈസ് ദി ലോർഡ്. ആ വാക്യങ്ങളാണ് ഹല്ലേലൂയ സ്തോത്രം. അതിൻ്റെ 7-ാം വാക്യം ഒന്ന് വായിച്ചട്ടെ. നാം വയലിൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. ആദ്യത്തെ സ്വപ്നം സഹോദരന്മാരോട് അറിയിച്ചു. ഹല്ലേലൂയ സ്തോത്രം. അവൻ്റെ സഹോദരന്മാർ അവനോട് നീ ഞങ്ങളുടെ രാജാവാകുമോ, നീ ഞങ്ങളെ വാഴുമോ എന്ന് പറഞ്ഞ അവൻ്റെ സ്വപ്നങ്ങൾ നിമിത്തം അവൻ്റെ വാക്ക് നിമിത്തം അവനെ പിന്നെയും പകച്ച് ദൂഷിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ സ്തോത്രം. പിന്നെയും അവിടുന്ന് പിന്നെയും സ്വപ്നം കാണുകയാണ്. ഞാൻ പിന്നെയും ഒരു സ്വപ്നം കണ്ടു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു. അവനത്
അപ്പനോടും സഹോദരന്മാരോടും അറിയിച്ചപ്പോൾ അപ്പൻ അവനെ ശാസിക്കുവാനിടയായിത്തീർന്നു. നീ ഈ കണ്ട സ്വപ്നത്തിൽ നിന്ന് ഞാനും നിന്റെ അമ്മയും നിന്റെ സഹോദരന്മാരും സാഷ്ടാംഗം വീണ് നിന്നെ നമസ്കരിക്കുവാൻ വരുമോ? എന്നാൽ ദൈവം കൊടുത്ത വാഗ്ദത്തമാണ് യോസേഫിന്. ഹല്ലേലൂയ. സ്വപ്നത്തിലൂടെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ മഹത്വമുള്ള പ്രവൃത്തി ഹല്ലേലൂയ ദൈവം വെളിപ്പെടുത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. സഹോദരന്മാർ തന്നെ പകച്ചുവെങ്കിലും തന്നോടുക്കെതിരെ ദോഷം ചിന്തിച്ചുവെങ്കിലും ഹല്ലേലൂയ അവിടെയും ഹല്ലേലൂയ യോസേഫ് അതേ മറ്റേ സഹോദരന്മാരെക്കാൾ ഒരു പ്രത്യേക സ്വഭാവമുള്ളവരായിരുന്നു. ദൈവത്തിൻ്റെ ഗിതമനുസരിച്ച് ദൈവഭയമുള്ളവനായി ഹല്ലേലൂയ യാക്കോബിൻ്റെ മരുന്ന് ഹല്ലേലൂയ 12 മക്കളിൽ ഒരു അനുഗ്രഹമായി തീർന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ദൈവത്തിൻ്റെ മഹത്വം ദൈവിക അനുഗ്രഹമുള്ളവനായിരുന്നു യോസേഫ്. ദൈവം തെരഞ്ഞെടുത്തവൻ. എന്നാൽ താൻ ദൈവഭയം തൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. തൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ തനിക്ക് പാപത്തിൻ്റെ അധീനയിലൊക്കെയും ഇടപെടാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ അതിൻ്റെ നടുവിൽ ദൈവഭയം തൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ആ പാപം നിന്നൊഴിഞ്ഞു പോകുവാനൊക്കെയും യോസേഫിന് ദൈവത്തിൻ്റെ കൃപ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് താൻ പാപത്തിൽ നിന്നൊഴിഞ്ഞു നിൽക്കുവാനിടയായിരുന്നു. ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ ഹല്ലേലൂയ താൻ കേട്ട വചനം തൻ്റെ പിതാവിലൂടെ അതേ താൻ കേട്ട വചനം ഹല്ലേലൂയ യാക്കോബ് പറഞ്ഞു അബ്രഹാമിൻ്റെ ഇസാക്കിൻ്റെയും ദൈവം എന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ ആ ദൈവം നമ്മോട് കൂടെയുണ്ടെന്ന് ഹല്ലേലൂയ കേട്ടപ്പോൾ യോസേഫിന് തൻ്റെ ഹൃദയത്തിൽ ആ ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കുവാനിടയായി തീർന്നത് കൊണ്ടാണ് താൻ പാപത്തിൽ വീഴാതെ വണ്ണം തന്നെ ഒരുക്കുവാനിടയായി തീർന്നത്. അതുകൊണ്ട് ജീവനുള്ള ദൈവത്തിൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ അതേ സംഗ്രഹിച്ചുകൊണ്ട് നാം പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാനിടയായി തീരാം. യോസേഫിൻ്റെ ജീവിതത്തിൽ തനിക്ക് പാപത്തിൻ്റെ അധീനയിൽ നിന്ന് വിടുവിക്കുവാൻ കഴിവുള്ള ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് യോസേഫ് മുന്നോട്ട് പോയി. ഹല്ലേലൂയ. അതേ തൻ്റെ സഹോദരന്മാർ തന്നെ പൊട്ടക്കിഴലിട്ടെങ്കിലും അവിടെയും താൻ ഹല്ലേലൂയ നഷ്ടപ്പെടുവാൻ ദൈവം അനുവദിച്ചില്ല. പൊട്ടക്കിഴലിൻ്റെ പ്രത്യേകത എന്താ? അവിടെ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം വളരെ കാട്ടുമൃഗങ്ങളായ ഹല്ലേലൂയ പാമ്പുകൾ ഹല്ലേലൂയ ഒക്കെ ഉണ്ടായിരിക്കാമായിരുന്നു. വിഷമുള്ള വളരെ ഹല്ലേലൂയ പാമ്പുകളൊക്കെ ഉണ്ടായിരിക്കാൻ തന്നെ കൊത്തേ മരണപ്പെടുവാൻ സാധ്യതയുണ്ടായിരുന്നു. എങ്കിലും ദൈവത്തിൻ്റെ കൃപയാൽ ഹല്ലേലൂയ അവിടെ നിന്ന് ഹല്ലേലൂയ സ്തോത്രം ഇസ്മായേലിലെ കച്ചവടക്കാരിലൂടെ പോത്തിഫറിൻ്റെ ഭവനത്തിലെത്തി. പോത്തിഫറിൻ്റെ ഭവനിലും തനിക്ക് ഹല്ലേലൂയ സ്വസ്ഥത ലഭിച്ചില്ല. പോത്തിഫറിന് ഹല്ലേലൂയ താൻ അവൻ്റെ സ്തോത്രം യോസേഫിനാൽ അനുഗ്രഹമായി തീരുവാനിടയായി തീർന്നു. പോത്തിഫറിൻ്റെ ഭവനമൊക്കെയും അനുഗ്രഹിക്കപ്പെട്ടു. എന്നാൽ അവിടെയും തനിക്ക് സ്വസ്ഥത ലഭിച്ചില്ല. തന്നെ പാപത്തിലേക്ക് ഹല്ലേലൂയ വീഴ്ത്തുവാൻ പിശാച് തന്ത്രങ്ങളൊക്കെ പോത്തിഫറിൻ്റെ ഭവനത്തിൽ ഒരുക്കിയെങ്കിലും ഹല്ലേലൂയ തനിക്ക് ദൈവഭയമുണ്ടായിരുന്നു കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം 39-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 9-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഈ വീട്ടിൽ എന്നേക്കാൾ പ്രൈസ് ദി ലോർഡ്. മഹാദോഷം പ്രവർത്തിച്ച ദൈവത്തോട് ഹല്ലേലൂയ സ്തോത്രം പാപം ചെയ്യുന്നതെങ്ങനെ? ഹല്ലേലൂയ തൻ്റെ ഉള്ളിൽ തനിക്ക് ഹല്ലേലൂയ സ്തോത്രം പിതാവിൽ നിന്ന് ലഭിച്ചതായ ആ ദൈവ സ്നേഹം തൻ്റെ ഉള്ളിൽ സംഗ്രഹിച്ചുകൊണ്ടാണ് ദാവീദ് ഹല്ലേലൂയ സ്തോത്രം ഈ യോസേഫ് തൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോയത്. അതുപോലെയാണ് ദാവീദിൻ്റെ ജീവിതത്തിലും ദാവീദ് ആ ദൈവ സ്നേഹത്തെ അതേ താൻ നാട്ടിടനായി വസിക്കുന്ന കാലത്തും ദൈവത്തെ കിന്നരം കൊണ്ട് അതേ സ്തുതിച്ചാരാധിച്ച് മഹത്വപ്പെടുത്തി തൻ്റെ ജീവിതം മുന്നോട്ട് പോയപ്പോൾ ദൈവം ദാവീദിൻ്റെ ഹൃദയത്തെ നോക്കി അതേ ദാവീദിനെ ദൈവം ഉയർത്തി. തൻ്റെ മാതാപിതാക്കൾ തന്നെ താഴ്ത്തി കളഞ്ഞു. അതേ മാതാപിതാക്കൾ തന്നെ ശ്രദ്ധിച്ചില്ല. തൻ്റെ സഹോദരന്മാരിൽ തന്നെ കൊണ്ടൊന്നും കഴിവില്ലാത്തവനെന്ന് കണ്ടുകൊണ്ടവനെ ആടിനെ മേയ്ക്കുവാൻ വനാന്തരങ്ങളിലേക്ക് അയച്ചപ്പോൾ സഹോദരന്മാരൊക്കെ ശൗലിൻ്റെ ഹല്ലേലൂയ സൈന്യത്തിലെ അധിപന്മാരൊക്കെ ആയപ്പോഴും ദാവീദ് ഹല്ലേലൂയ സമയത്തും കിന്നരം വായിച്ചു
പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. ദാവീദ് ദൈവത്തോട് ചേർന്ന് വസിക്കുവാൻ തന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദാവീദിനെ ദൈവം രാജാവിൻ്റെ സിംഹാസനത്തിലേക്ക് ഉയർത്തുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. യോസേപ്പിൻ്റെ ജീവിതത്തിലും ദൈവം കൊടുത്ത സ്വപ്നത്തെ അതേ പൂർണ്ണമാക്കി തന്നെ കാരാഗ്രഹത്തിൽ ഇടുവാനിടയായിത്തീർന്നു. ആ കാരാഗ്രഹത്തിലും തന്നോട് അതേ ദൈവം തോന്നുന്ന ഗരഗര പ്രമാണിയൊക്കെ ദൈവം ഒരുക്കുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നതിൽ അവിടെ ഉണ്ടായിരുന്നതായ കോട്ട് തടവുകാരിൽ അവരുടെ സ്വപ്നമൊക്കെ വ്യാഖ്യാനിച്ചു കൊണ്ടപ്പോൾ ഫറവോന്റെ ജോലിക്കാരിൽ ഒരുവന് ഹല്ലേലൂയ, സ്തോത്രം, നിന്നെ പിന്നെയും ആ സ്ഥാനത്തേക്ക് നിലനിർത്തുമെന്ന് ഹല്ലേലൂയ യോസേപ്പ് ആലോചന കൊടുത്തപ്പോൾ ആ അപ്പക്കാരനായ പ്രമാണി തിരിച്ച് രാജാവ് തൻ്റെ ഹാവേലിലേക്ക് തിരിച്ച് വിളിച്ചപ്പോൾ പാനപാത്രവാഹനായ പ്രമാണി എന്ത് ചെയ്തു? അവൻ കണ്ട സ്വപ്നപ്രകാരം അവനെ കൊന്നുകളയുവാനിടയായിത്തീർന്നു. അവനെ ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. എന്നാൽ ദൈവത്തിൻ്റെ മകത്ത് അതേ അപ്പക്കാരനായ പ്രമാണിയോട് ഹല്ലേലൂയ യോസേപ്പ് പറഞ്ഞിരുന്നു, നീ രാജാവിൻ്റെ അടുക്കൽ പോയി എൻ്റെ വിഷയങ്ങളെ ഒന്ന് അറിയിക്കണം. ഞാൻ പാപം ചെയ്തിട്ടോ, ഞാൻ ദുഷ്ടത പ്രവർത്തിച്ചിട്ടോ അല്ല ഈ കാരാഗ്രഹത്തിൽ ഈ യാതനകളൊക്കെ അനുഭവിക്കുന്നത്. ഹല്ലേലൂയ, എന്നെ മറന്നു കളയരുത്. എന്നാൽ ഈ മനുഷ്യൻ ഹല്ലേലൂയ ജോസഫിനെ മറന്നു കളഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ അവിടെയും ദൈവം അടങ്ങിയിരുന്നില്ല. ഹല്ലേലൂയ, ഫറവോനും ഒരു വലിയ സ്വപ്നം കൊടുക്കുവാനിടയായി തീർന്നു. അതാണ് ക്ഷാമത്തിൻ്റെതായ ഹല്ലേലൂയ സ്വപ്നത്തിലേക്ക് ഹല്ലേലൂയ ഫറവോനെ ഹല്ലേലൂയ എഴുന്നേൽപ്പിച്ചു. അതിലൂടെ ഹല്ലേലൂയ യോസേഫിനെ ഹല്ലേലൂയ, സ്തോത്രം, ഉയർന്ന പദവിയിലേക്ക് കൊണ്ടുപോകാൻ. ഈ ചരിത്രമൊക്കെ ദൈവമക്കളെ നിങ്ങൾക്കെല്ലാം അറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. നാം ഹല്ലേലൂയ ആഗ്രഹിക്കുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ വചനം നാം അറിയുന്നുവെങ്കിലും ആ അറിയുന്ന പ്രകാരം നാം നമ്മെ ഏൽപ്പിക്കുന്നുണ്ടോ? ആ അറിയുന്ന പ്രകാരം നാം ദൈവസേനയിൽ സമർപ്പിക്കുന്നതുണ്ടോ? ഹല്ലേലൂയ, മഹത്വമുള്ള ദൈവത്തിൻ്റെ കൃപയിൽ നാം ആശ്രയിക്കുന്നു. നമ്മെ തന്നെ, നമ്മുടെ ഹൃദയത്തെ ഒന്ന് പരിശോധന ചെയ്യുവാൻ ഇടയായിത്തീരണം. നിത്യത പ്രാപിക്കണമെങ്കിൽ വീണ്ടും ജനനം ആവശ്യമെന്ന ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുമ്പോൾ ഹല്ലേലൂയ നാം ഹൃദയ പരിച്ഛേദനയില്ലാതെ ദൈവസേനയിൽ ഏൽപ്പിക്കുവാൻ കഴിയില്ല. നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ്റെ രൂപാന്തരമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിക്കുന്ന ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താ? നമ്മുടെ ഉള്ളിലൊരു മാനസാന്തരം എന്താണ്? ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ തക്കവണ്ണം ഏൽപ്പിക്കുന്നവരായി തീരണം. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവരായി തീരണം. ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് ഏൽപ്പിക്കുവാൻ തക്കവണ്ണം ദിനംതോറും നാം മാനസാന്തരം നമുക്ക് ആവശ്യമാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു എല്ലാം ശരിയാണ്. എന്നാൽ നമ്മിൽ മാനസാന്തരം ദിനംതോറും അത് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ജീവനുള്ള ദൈവം വിളിച്ച വിളിയും വിശ്വസ്തതയും നോക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നവരായി തീരണം. മഹത്വമുള്ള ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. സമയം അതിവേഗം പറഞ്ഞു പോകുന്നത് കൊണ്ട് ഞാൻ ഹല്ലേലൂയ വചനത്തിലൂടെ ഓർപ്പിക്കുന്നത് നമുക്ക് വേണ്ടി അതേ തൻ്റെ സ്വപുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ച ദൈവം. 32-ാം വാക്യത്തിൽ ഞാൻ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന് 32 സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചവൻ അവനോടുകൂടെ ഹല്ലേലൂയ, സ്തോത്രം, സകലതും നൽകാതിരിക്കുമോ? ഒന്നുകൊണ്ടും ഭാരപ്പെടുന്ന വിഷയങ്ങളുമേലും മറുപടി തരുന്ന ദൈവമാണ്. ഭൗമികമായി നീ നിരാശയായ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുന്ന ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കുമ്പോൾ ധനം ആവശ്യമാണ്, ഭവനം ആവശ്യമാണ്, സമ്പത്ത് ആവശ്യമാണ്. അതിന് മുൻതൂക്കം നാം കൊടുക്കാതെ ജീവനുള്ള ദൈവമേ എല്ലാം അങ്ങയുടെ ദാനമാണ്. ദാവീദ് പറഞ്ഞതുപോലെ അവിടുത്തെ ദാനമാണ് അങ്ങയിൽ നിന്ന് പ്രാപിച്ചു അങ്ങയ്ക്ക് കൊടുക്കുന്ന ഹല്ലേലൂയ സ്തുതി, സ്തോത്രങ്ങൾ, ആരാധന ദൈവത്തെ, മഹത്വത്തെ ഉയർത്തുന്നുവെങ്കിൽ ദൈവം അതിലുപരിയായി ഒന്നും ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ പണം ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം നമ്മുടെ സമ്പത്ത് ആഗ്രഹിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയമാണ്. ഹൃദയത്തിൻ്റെ ഹല്ലേലൂയ മനസ്സാന്തരത്തിന് അവസ്ഥയിലൂടെ ദൈവകൃപയിലേക്ക് അടുത്തു വരുമ്പോൾ ഹല്ലേലൂയ ദൈവിക നന്മകളെ പ്രാപിക്കുവാൻ ദൈവം നമുക്ക് കൃപ തരും. മഹത്വമുള്ള ദൈവത്തിൻ്റെ വചനമാണ്. അത് അത്ഭുതകരമായി പ്രവർത്തിക്കുന്ന വചനമാണ്. ഹൃദയത്തിലേറ്റ് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽപ്പാൻ ദൈവകൃപയിൽ ബലപ്പെടുത്തുവാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ജീവനുള്ള ദൈവത്തിൻ്റെ വചനം നാം ദിനംതോറും വായിച്ച് ഹൃദയത്തിൽ സംഗ്രഹിച്ചെങ്കിൽ മാത്രമേ നമ്മെ പാപസ്വഭാവത്തിൽ നിന്ന് മാറ്റുവാൻ കഴിയുകയുള്ളൂ. പാപസ്വഭാവത്തിൽ
പാപത്തിൽ നിന്ന് മാറ്റുവാൻ കഴിയണമെങ്കിൽ ജീവനുള്ള ദൈവത്തിൻ്റെ ജീവിപ്പിക്കുന്ന വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ എല്ലാ സമയത്തും ഏറ്റുകൊണ്ട് മുന്നേറ്റു പോകണം. മഹത്വമുള്ള ദൈവത്തിൻ്റെ നന്മകളെ പ്രാപിക്കുവാൻ വിളിച്ച ദൈവം ആ വാഗ്ദത്തത്തെ ഉറപ്പിച്ചു തരുവാൻ അവിടുന്ന് വിശ്വസനായി നമ്മുടെ മധ്യമുണ്ട്. ദൈവത്തിൻ്റെ കൃപ പ്രാപിക്കുവാൻ ശൗലായിരുന്ന പൗലോസ് തൻ്റെ ജീവിതത്തിൽ തനിക്ക് ദൈവത്തെ സ്നേഹിക്കുവാൻ, ആ ദൈവ സ്നേഹത്തെ തൻ്റെ ജീവിതത്തിൽ യഥാർത്ഥമായി ന്യായപ്രമാണമല്ല, ന്യായപ്രമാണത്തിലുപരിയായി എല്ലാറ്റിനേക്കാളും ശേഷം, ദൂതന്മാരേക്കാൾ ശേഷം, മോശയേക്കാൾ ശേഷം, പുരോഹിതന്മാരേക്കാൾ ശേഷം, എല്ലാറ്റിനും ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ മഹത്വം ഹല്ലേലൂയ സ്തോത്രം എല്ലാറ്റിനും ശേഷനായത് കർത്താവ് ആ അവിടുത്തെ മഹത്വത്തെ ഉയർത്തുക, ആ ശ്രേഷ്ഠതയെ മുന്നിൽ കണ്ടുകൊണ്ട് ആ മഹത്വത്തിന്റെ പ്രത്യാശയിൽ മുന്നേറുവാൻ ദൈവകൃപയോടെ ആയിരിക്കുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നവരായി തീരണം. ദൈവത്തിന്റെ കൃപ പ്രാപിക്കുന്നവരായി തീരട്ടെ. ദൈവകൃപ പ്രാപിച്ചാൽ അതിൽ വലിയ നന്മയില്ല. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ആ ദൈവകൃപ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഈ ലോകത്തിൽ വേണ്ടതും ആത്മീയമായി വേണ്ടുന്നതെല്ലാം സമയാസമയങ്ങളിൽ അവിടുന്ന് ഒരുക്കി തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. പൗലോസ് ആഗ്രഹിച്ചതുപോലെ ദൈവകൃപ മതി. കർത്താവ് പൗലോസിനെ ദൈവം കർത്താവ് ഓർപ്പിച്ചത് എൻ്റെ കൃപ നിനക്ക് മതി, വേദനകളുടെ നടുവിലൊന്നും നീ ഭാരപ്പെടേണ്ട, ഹല്ലേലൂയ എൻ്റെ കൃപ നിനക്ക് മതി. ആ ദൈവകൃപയിൽ ആശ്രയിക്കട്ടെ. ദൈവം നമ്മെ വചനങ്ങളാലൊക്കെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.